ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ച ജിൻഡോ ജാസ്മിൻ അടി ഇപ്പൊ അവിടെ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പോരടിയാണ് കേട്ടോ. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കുടുംബസമേത ഈ എപ്പിസോഡൊക്കെ കാണുന്നവരാണെങ്കിൽ, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജാസ്മിന്റെ പ്രകടനം കാണുമ്പോൾ അവരെ ഒന്ന് മാറ്റിയേക്കണേ. അല്ലെങ്കിൽ ടി വി അങ്ങ് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. കാര്യം എന്താന്ന് പറയാൻ അമ്മാതിരി സംസാരമാണ് ഈ ജാസ്മിന്റെ വായിൽ നിന്ന് വരുന്നത്. ആരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല, ആ രീതിയാണ്. എന്റെ നാട്ടിലൊക്കെ പറയും ചില തറപ്പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചില ചന്ത പെണ്ണുങ്ങൾ എന്നൊക്കെ പറയും. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലെയാണ്. എത്ര വയസ്സിന് മൂത്താണ് ജിൻഡോ. ആ ജിൻഡോയെ എടോ താൻ പോ എന്നൊക്കെ പറയുമായിരുന്നു. അത് മാറി ഇപ്പൊ എടാ വാടാ പോടാ ആയി. ലാസ്റ്റില് താൻ എന്നാടോ കുരയ്ക്കുന്നത്, നീ എന്നാണോ കുരയ്ക്കുന്നത്, ചില പട്ടിയെ കൂട്ടി വരയ്ക്കുക. കാര്യം ഇതാണെന്ന് ഇവരെല്ലാം കൂടി ഇരിക്കുമ്പോൾ നന്ദനെ അവിടെ പറഞ്ഞു, ഗബ്രിച്ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുമായിരുന്നു. അപ്പൊ ജിൻഡോ പറഞ്ഞു അമ്മിക്കുവാറും പറയും. കാര്യം ഇവർ രണ്ടുപേരും ജയിലിൽ കിടന്ന സമയത്ത് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഗബ്രിയോട് ജാസ്മിൻ പറയുന്നത് കേട്ടായിരുന്നു ജിൻഡോ വെയിലത്തിരുന്ന് കേട്ടത്. എന്താ അങ്ങേര് കുറച്ചുകൂടെ കഴിവായിരുന്നു എന്റെ മടിയിൽ കയറി കിടന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗബ്രി മറുപടി പറയുന്നതൊക്കെ ജിൻഡോ കേട്ടതാണ്. അതുകൊണ്ടാണ് ജിൻഡോ അത്രയും പറഞ്ഞത്. ഇത് പറഞ്ഞതല്ല, വീണ്ടും അങ്ങ് തുടങ്ങി ജാസ്മിന്. തുടങ്ങിക്കഴിഞ്ഞപ്പം ജിൻഡോ അവിടെ നിന്നോട് പറഞ്ഞു, നീ ഒറ്റ വരുത്തി കാരണം അവൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. അപ്പൊ ജാസ്മിൻ ചോദിച്ചു, ആര് പോയെ? ഗബ്രി പോയത്. നീ ഇതിനകത്ത് ഈ നെഗറ്റീവ് കാണിച്ചില്ലായിരുന്നു അവൻ ഇവിടെ നിന്നേന്. നിന്റെ ഈ നെഗറ്റീവ് പ്രകടനം കാരണമാണ് അവൻ ഇവിടുന്ന് പോയത്. നീ ആയിരുന്നു പോണ്ടേ, അവനല്ലായിരുന്നു പോണ്ടേ. അവൻ നല്ലൊരു പ്ലെയർ ആണ്. ഇവിടെ അവന് ലാസ്റ്റില് 5 പേര് വരുന്ന കൂട്ടത്തില് അവനും കാണേണ്ടതാ. ടോപ്പ് 5 അവനും കാണേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. നല്ല ഗെയിമർ ആയിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അവൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്ന എന്താ വാക്കുകളൊന്നില്ല. ജാസ്മിൻ എടോ വാടോ പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ അലറിച്ച മാത്രമേ ഉള്ളൂ കേട്ടോ. വല്ലാണ്ട രീതിയിൽ അങ്ങ് അമറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടിയെന്ന് അറിയാത്ത രീതിയിൽ. സമനില തെറ്റിപ്പോയതാണോ എന്ന് പോലും തോന്നിപ്പോ. ഇതിനിടയ്ക്ക് ജിൻഡോയോട് പറയുന്നുണ്ട് ജാസ്മിന്, ഗബ്രി പോയതും നിന്നതും ഒക്കെ എന്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ളൊരു വാക്കും അവിടെ പറയുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരൊക്കെ ഇത് കേട്ട് ചിരിച്ചോണ്ടിരിക്കുക. ശ്രീരേഖയുണ്ട്, അഭിഷേകമുണ്ട്, നന്ദനയുണ്ട്. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ ബഹളം കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നും അവിടെ നടക്കുന്നുണ്ട്. ഇത്ര ഭാഗം ഇപ്പൊ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് നമുക്ക് പുറകാലെ കണ്ടറിയാം. എനിക്കിത് മാത്രമേ ഉള്ളൂ പറയാൻ. ഈ ജാസ്മിന്റെ സ്വഭാവം വെച്ച് നോക്കണേ, ശരിക്കും ജാസ്മിൻ തന്നെയായിരുന്നു അവിടുന്ന് പോകേണ്ടത്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി തിരിച്ചു വരുമെന്ന്. ജിൻഡോ പറഞ്ഞു വരണം, അതാണ് ഞാനും ആവശ്യപ്പെടുന്നത്. വരണം, എനിക്കും ആഗ്രഹം അതാ. അവൻ നല്ലൊരു പ്ലെയർ ആണ്, അവൻ വരണം ഇവിടെ, എന്നാലേ നീ പഠിക്കത്തുള്ളൂ, നീ ആ വെളിയിൽ പോണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഇനി നടക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും ഞാൻ പുതിയ പ്രമോയുമായിട്ട് എത്തുന്നതായിരിക്കും.